الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അവന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ട്. നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ അതിന്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്മ ചെയ്യാനും പുണ്യം നേടാനുമുള്ള കണക്കറ്റ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല. വിശ്വാസികളെ ഈ സമയത്ത് നമ്മൾ വേണ്ടത് നന്മയിൽ മത്സരിച്ച് മുന്നേറുക എന്നതാണ്. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യുക, കൂടുതൽ കൂടുതൽ അതിനു വേണ്ടിയുള്ള സമയം കണ്ടെത്തുക എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരെല്ലാവരും നന്മ ചെയ്യാനുള്ള ഒരു അവസരം പോലും പാഴാക്കാത്തവരാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം നമുക്കറിയാം. അദ്ദേഹം ഏതോ ഒരു അന്യ നാട്ടിലെത്തിപ്പെട്ടു. അവിടെ ഒരാളെ പോലും അദ്ദേഹത്തിന് അറിയില്ല, ഒരു പരിചയവും. അവിടെ അദ്ദേഹം ഒരു ആൾക്കൂട്ടത്തെ കാണുക. ആ ആൾക്കൂട്ടത്തിൽ നിന്ന് രണ്ട് സ്ത്രീകൾ മാറി നിൽക്കുന്നത് കാണുക. മൂസാ നബിയുമായി ഒരു ബന്ധമില്ലാത്ത വിഷയം, അദ്ദേഹത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത വിഷയം. എങ്കിലും അദ്ദേഹം ആ പെണ്ണുങ്ങളോട് ചോദിക്കാണ്, സ്ത്രീകളോട് ചോദിക്കാണ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അവരൊക്കെ അവരുടെ ആളുകളെ വെള്ളം കുടിപ്പിക്കുകയാണല്ലോ, നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്യാത്തത്? ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പ ഒരു വൃദ്ധനാണ്, ഞങ്ങൾക്കാണെങ്കിൽ ആ ആണുങ്ങളുടെ ഇടയിൽ പോയി തിക്കി തിരക്കാനുള്ള സൗകര്യവുമില്ല, അങ്ങനെ ഞങ്ങളുടെ വാപ്പ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുമില്ല, അതുകൊണ്ട് അവരൊക്കെ പിരിഞ്ഞു പോകുന്നത് വരെ ഞങ്ങൾ കാത്തു നിൽക്കാറാണ് പതിവെന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ആടുകളെ അവർക്ക് വേണ്ടി വെള്ളം കുടിപ്പിക്കാൻ എന്നിട്ട് കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുമ്മ റബ്ബി ഇന്നി അൻസൽത
ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ എനിക്ക് നൽകുന്ന ഏതൊരു ഖൈറിനും ഏതൊരു നന്മക്കും ഞാൻ അങ്ങേയറ്റം ആവശ്യക്കാരനാണ് റബ്ബേ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്തിനാണ് മൂസാ നബി എന്തെങ്കിലും ഒരു ബന്ധം മൂസാ നബി അവന് തമ്മിലുണ്ടോ? ഒരു ബന്ധമില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് മൂസാ നബി സഹായിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് ഒരു പരിചയമില്ലാത്ത അതിഥികൾ വന്നു. ഇബ്രാഹിം നബി വേഗം വീട്ടിലുള്ള മൂരിക്കൂട്ടിനെ അടുത്ത് അവർക്ക് ഭക്ഷണ ഭാഗം ചെയ്തു കൊടുത്തു. ആരാന്നറിയില്ല, എന്തിനാ വന്നതെന്നറിയില്ല. വന്നത് മലക്കുകളാണ്. എന്തിനാണ് ഇബ്രാഹിം നബി ഭക്ഷണം കൊടുത്തത്? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെല്ലാം അവർ കഴിയുന്ന രൂപത്തിൽ നന്മയിൽ കൂടുതൽ മുന്നേറുന്നവരായിരുന്നു. ഈ അവസാനത്തെ 10 അടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു തന്നതുപോലെ, അവിടുത്തെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നതുപോലെ നന്മയിൽ മുന്നേറുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് കാന യജ്തഹിദു ഫീ 10 അവാഖിർ. അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദ്, ജിഹാദ് എന്ന വാക്കിൽ നിന്നുണ്ടായതാണ് യജ്തഹിദു. കഷ്ടപ്പെടുമായിരുന്നു, പ്രയാസപ്പെടുമായിരുന്നു, ഒരുപാട് പ്രവർത്തിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ലാ യജ്തഹിദു ഫീ ഗൈരി, വേറെ ഒരു സമയത്തും കഷ്ടപ്പെടാത്തതുപോലെ, വേറെ ഒരു സമയത്തും ഇബാദത്ത് ചെയ്യാത്തതുപോലെ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിൽ അങ്ങനെ വ്യാപൃതനാകുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽ-അശ്ർ അഹ്യ അൽ-ലൈൽ. അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ രാത്രിയുടെ ഭൂരിഭാഗവും ഉറങ്ങുമായിരുന്നില്ല. മാത്രമല്ല വഅയ്ഖദ അഹ്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഉറങ്ങാൻ സമ്മതിക്കുകയും ചെയ്യുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യമാരെ വിളിച്ചുണർത്തുമായിരുന്നു, മക്കളെ വിളിച്ചുണർത്തുമായിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ മുഴുവൻ ഉണർത്തി നിർത്തുമായിരുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, എന്നിട്ട് അദ്ദേഹം പ്രയാസപ്പെട്ട് കഷ്ടപ്പെടും, അദ്ദേഹത്തിന്റെ അരമുണ്ട് ഇങ്ങോട്ട് മുറുക്കി ഉടുക്കുകയും ചെയ്യുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. എന്താണ് അരമുണ്ട് മുറുക്കി ഉടുക്കുക എന്ന് പറഞ്ഞാൽ? അധ്വാനിക്കാൻ തയ്യാറാവാണ്, കഷ്ടപ്പെടാൻ തയ്യാറാവാണ്, ടാസ്ക് എടുക്കാൻ തയ്യാറാവാണ്. എന്നിട്ടാണ് അരമുണ്ട് മുറുക്കി കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇത്തികാഫ് ഇരുന്നത് റമദാനിന്റെ 1-ാമത്തെ 10-ലാണ്. 2-ാമത്തെ വർഷം ഇത്തികാഫ് ഇരുന്നത് റമദാനിന്റെ 2-ാമത്തെ 10-ലാണ്. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, നബിയെ, താങ്കൾ അന്വേഷിക്കുന്നത് 3-ാമത്തെ 10-ലാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നത് ലൈലത്തുൽ ഖദർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, തഹറൗ ലൈലത്തുൽ ഖദരി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ. നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുക. എവിടെ? അവസാനത്തെ 10-ന്റെ ഒറ്റരാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുക എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ദുഖാനിൽ നമ്മളൊക്കെ സാധാരണ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൂറത്തുൽ ഖദറാണ് പറയാറുള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ദുഖാനിൽ ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഗണ്ണിക തന്നെ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയാണ്, ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്ന ഈ കിതാബിനെ തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഫീ ലൈലത്തിൻ മുബാറക, പരിശുദ്ധമായ ഒരു രാവിൽ, ബറകത്താക്കപ്പെട്ട ഒരു രാവിൽ, മുബാറക്കായ രാവിൽ ഞാൻ അതിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്നാ കുന്നാ മുൻദിരീൻ, നാം മുന്നറിയിപ്പുകാരൻ നൽകുന്നവരാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, ഹകീമായ എല്ലാ കാര്യങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ രാവിലാണ് വേർതിരിപ്പിക്കപ്പെടുന്നത്. ആ രാവിലാണ് എല്ലാ കാര്യങ്ങളും തർത്തീബാക്കപ്പെടുന്നത്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് ഉലമാക്കൾ പറഞ്ഞത് എന്താണ്? ലൈലത്തുൽ ഖദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളുടെയും തീരുമാനങ്ങൾ എടുക്കുന്നു. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും. ഒരാൾ എപ്പോഴാണ് മരിക്കേണ്ടത്, ഒരാൾ എപ്പോഴാണ് ജനിക്കേണ്ടത്, അയാൾക്ക് എത്ര റിസ്ക് വേണം, അയാൾക്ക് എത്ര
അയാളുടെ കച്ചവടത്തിൽ ഇത്ര ലാഭം വേണം, അയാളുടെ കച്ചവടത്തിൽ ഇത്ര നഷ്ടം വേണം. ഈ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിക്കുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് എന്ന് ഉലമാക്കൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഒരാൾ ആ രാവിലെ അയാളുടെ കിടക്ക ഇങ്ങനെ വൃത്തിയാക്കിയായിരിക്കും, അയാളുടെ കിടക്ക ഇങ്ങനെ തട്ടി ശരിയാക്കിയായിരിക്കും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മരണം പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. ആ വർഷമാണ് അയാൾ മരിക്കുക എന്നത് അല്ലാഹുവിന്റെ മലക്കുകളോട് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. കാര്യങ്ങൾ ആദ്യം തീരുമാനിക്കപ്പെട്ടതാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടതാണ്. പക്ഷേ ആ കാര്യങ്ങളുടെ അനൗൺസ്മെന്റ് ഉണ്ടാവുക, ആ കാര്യങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകുക ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലെയാണ്. എന്താണ് പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ, ഓരോ മലക്കുകൾക്കും അവരുടെ ഡ്യൂട്ടി അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ വർഷം ആരുടെയൊക്കെ റൂഹ് ഏതൊക്കെ സമയത്ത് പിടിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു കൊടുക്കുന്നത്, അനൗൺസ് ചെയ്യുന്നത് ഈ ഒരു രാവിലാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതായി കാണാം. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരാൾ അയാളുടെ കിടക്ക ശരിയാക്കുന്നുണ്ടാവും, പക്ഷേ ആ സമയത്ത് അല്ലാഹു അയാളുടെ മരണം ആ വർഷത്തിൽ ഏത് സമയത്താണ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിലൂടെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വേറെ ഉമ്മത്തിനുമില്ല. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ആ ഹദീസിന് ചില ദുർഫുകളുണ്ട്, ചില ദൗർബല്യങ്ങളുണ്ട്. പക്ഷേ ആ ഹദീസിന്റെ ആശയം എന്താണ്? കറക്റ്റ് ആണ്. ആ ഹദീസിൽ എന്താണുള്ളത്? ഏതാനും സഹാബികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, നബിയെ 950 വർഷം ജീവിച്ച ആളുകളെ കുറിച്ച് താങ്കളെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, 1000 കൊല്ലം ജീവിച്ച ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ സ്വർഗത്തിലെത്തിയാൽ നമ്മളെക്കാൾ എത്രയോ മുകളിലായിരിക്കൂലേ? കാരണം അവർ ഇത്രയും കൊല്ലം ഇബാദത്ത് നടത്തില്ലേ, ഇത്രയും വർഷം അല്ലാഹുവിന് സുജൂദ് ചെയ്തില്ലേ, ഇത്രയും വർഷം അവർ നോമ്പെടുത്തില്ലേ, അതുകൊണ്ട് അവരോട് കിടപിടിക്കാൻ നമുക്കൊരു മാർഗമില്ലല്ലോ നബിയെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അതിന് പകരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ തന്നത് എന്നാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, തനസ്സലു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. ആ ആയത്തിലാണ് പറഞ്ഞത് എന്താണ്? ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ലൈലത്തുൽ ഖദർ. പ്രിയപ്പെട്ടവരെ, 1000 മാസം എന്ന് എത്രയാണ്? 83 വർഷത്തിലധികം വരും 1000 മാസം എന്ന് പറയുമ്പോൾ. സാധാരണഗതിയിൽ ഒരാൾ എത്രയാണ് തന്റെ ജീവിതത്തിൽ ഇബാദത്ത് ചെയ്യുക? ഏറ്റവും നല്ലോണം ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ, നല്ല മുഖ്ലിസായ ഒരു മനുഷ്യൻ, നല്ല ഖുശൂഉള്ള ഒരു മനുഷ്യൻ, നല്ലോണം ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം 4 മണിക്കൂറിൽ കൂടുതൽ എന്തായാലും ഇബാദത്ത് ചെയ്യാൻ അയാളെ കൊണ്ട് പറ്റൂല. 4 മണിക്കൂറിൽ എങ്ങനെയാണ്? ഓരോ വക്തിനും നിങ്ങൾ അരമണിക്കൂർ വെച്ച് കൂട്ടിക്കോ. ഓരോ വക്തിനും അരമണിക്കൂർ. അതായത് അയാൾ പള്ളിയിലെത്താണ്, എന്നിട്ട് സുന്നത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാൻ. ഓരോ വക്തിന് അരമണിക്കൂർ വക്തിന് കൂട്ടിക്കോ. 5 വക്തിന് 2.5 മണിക്കൂറാണ്. പിന്നെ തഹജ്ജുദിന് ഒരു 1 മണിക്കൂർ കൂട്ടിക്കോ, 3.5 മണിക്കൂറാണ്. പിന്നെ ബാക്കിയുള്ള അയാളുടെ അധികാരികളും അയാളുടെ ഖുർആൻ പാരായണങ്ങളും അയാളുടെ ദുആയൊക്കെ കൂടിയിട്ട് ഒരു അരമണിക്കൂർ ബോണസ് കൊടുത്താൽ 4 മണിക്കൂർ മാത്രമേ ഒരാൾ ജീവിതത്തിൽ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ ചെയ്യുള്ളൂ. അതായത് ഒരു ദിവസത്തിന്റെ 1/6 100 കൊല്ലം ജീവിക്കാൻ ഇബാദത്ത് ചെയ്യാൻ ഒരു മനുഷ്യന് അവസരം കിട്ടിയാൽ 16ന്റെയും 17ന്റെയും വർഷത്തിന്റെ ഇടയിൽ മാത്രമേ അയാൾ ഇബാദത്ത് ചെയ്യുള്ളൂ. ഇനി 1000 വർഷം ജീവിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള ആളുകൾക്ക് അവസരം കിട്ടിയാലോ 160 170 വർഷം മാത്രമേ അവർ ഇബാദത്തിൽ മുഴുകിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി ജീവിതത്തിന്റെ ബാക്കി കാര്യങ്ങളായിരിക്കും. പക്ഷേ ഒരു 4 ലൈലത്തുൽ ഖദർ കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര വർഷം ഇബാദത്ത് ചെയ്തു? ഒരാൾ ലൈലത്തുൽ ഖദറിൽ നിന്ന് നമസ്കരിച്ചാൽ 83 വർഷം കഠിനമായിട്ട് നിസ്കരിച്ചോളാണ്. ഒരാൾ ലൈലത്തുൽ ഖദറിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ 83 വർഷം അയാൾ നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്തതുപോലെയാണ്. സുബ്ഹാനല്ലാഹ്, ചെറിയൊരു കാര്യമല്ല. 2 വ്യക്തികൾ, ആ 2 വ്യക്തികൾ, ഒരാൾ ഒരു വർഷം മുഴുവൻ ഇബാദത്ത് ചെയ്യാൻ, തഹജ്ജുദ് നിസ്കരിക്കുക, ദുഹാ നമസ്കരിക്കുക, ഖുർആൻ ഓതുക, എല്ലാ ഇബാദത്തും ചെയ്യുക. പക്ഷേ ലൈലത്തുൽ ഖദറിന് അയാൾ പ്രത്യേകിച്ച് പരിഗണന ഒന്നും കൊടുക്കുന്നില്ല. വേറൊരാളോ അയാളെ വർഷത്തിൽ അങ്ങനെ കുറെ ഇബാദത്തും ചെയ്യുന്നില്ല. ഫർദായ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ഫർദായ നോമ്പുകളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ലൈലത്തുൽ
ഖദർ എത്തിക്കഴിഞ്ഞാൽ അയാൾ മുഴുവൻ ഇബാദത്ത് ചെയ്യാൻ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നാളെ ഈ രണ്ട് വ്യക്തികളും പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ വ്യക്തിയേക്കാൾ സ്ഥാനം രണ്ടാമത്തെ വ്യക്തിക്കായിരിക്കും. ഒന്നാമത്തെ വ്യക്തിയേക്കാൾ സ്വർഗത്തിൽ ദറജ രണ്ടാമത്തെ വ്യക്തിക്കായിരിക്കും. കാരണം ഒന്നാമത്തെ വ്യക്തി ഈ പറഞ്ഞതുപോലെ 16 കൊല്ലം ഏറ്റവും മാക്സിമം ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. 10-12 കൊല്ലം 100 കൊല്ലം ആയിരിക്കും ഇബാദത്ത് ചെയ്യാൻ പറ്റും. ബാല്യം പോകും, ശൈശവം പോകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോകും. 10-12 കൊല്ലം. പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഓരോ വർഷവും ലൈലത്തുൽ ഖദർ പിടിക്കുന്നത് കൊണ്ട് അയാൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഇബാദത്തിൽ മാത്രമായിട്ട് മുഴുകാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു കാര്യം ചെറിയ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലൈലത്തുൽ ഖദർ നേടിയെടുക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നേടിയെടുത്ത് മീസാനിൽ വലിയ കലം തൂങ്ങുന്ന അമലുകൾ ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉലമാക്കൾ ലൈലത്തുൽ ഖദറിന് 4 അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ അർത്ഥം എന്താണെന്ന് അറിയോ? ആ രാത്രി ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ മഹത്വത്തിന്റെ രാത്രി എന്നാണ്, ഔന്നത്യത്തിന്റെ രാത്രി, പ്രാധാന്യത്തിന്റെ രാത്രി എന്നാണ് ഒന്നാമതായി അവർ അർത്ഥം കൊടുത്തിട്ടുള്ളത്. രണ്ടാമതായി വ്യക്തികളെ മഹത്വപ്പെടുത്തുന്ന രാത്രി. ചില വ്യക്തികളുടെ ദറജ അല്ലാഹു ആ രാത്രിയിൽ ഉയർത്തും, ചില വ്യക്തികളുടെ ദറജ അല്ലാഹു ആ രാത്രിയിൽ താഴ്ത്തും. ആരാണോ ഇബാദത്ത് ചെയ്യുന്നത് ആ വ്യക്തികളുടെ മഹത്വം ഉയർത്തപ്പെടുന്ന രാത്രി എന്നാണ് രണ്ടാമതായി ലൈലത്തുൽ ഖദറിന് ഉലമാക്കൾ കൊടുത്ത അർത്ഥം. മൂന്നാമത്തെ അർത്ഥം കുറച്ചൊരു നമുക്കൊരു കൗതുകം ഉണ്ടാക്കുന്ന അർത്ഥമാണ്. അർത്ഥം എന്താ അറിയോ? ഭൂമി പരിമിതമാക്കപ്പെട്ടു പോകുന്ന രാത്രി, ഖദറിന്റെ രാത്രി. അല്ലാഹു ആരുടെ റിസ്ക് പരിമിതപ്പെടുത്തിയോ, പരിമിതപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. ആ രാത്രി ഭൂമി നിറച്ചും മലക്കുകളായിരിക്കും. ഭൂമി നിറയെ മലക്കുകളായിരിക്കും രാത്രി. മലക്കുകൾക്ക് നിൽക്കാൻ സ്ഥലമുണ്ടാവില്ല. അത്രമാത്രം ഭൂമി പാക്ഡ് ആയിരിക്കും, അത്രമാത്രം ഭൂമി കൺജസ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഭൂമി പരിമിതപ്പെട്ടു പോകുന്ന രാത്രി എന്ന് പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തത്. നാലാമത്തേത് എന്താണ്? വിധി നിർണയത്തിന്റെ രാത്രി. പരിശുദ്ധ ഖുർആനൊക്കെ പറഞ്ഞതുപോലെ ഈ 4 അർത്ഥങ്ങളിൽ ഒരു കുഴപ്പമില്ല. വിധി നിർണയത്തിന്റെ രാത്രി. ഈ വിധി നിർണയത്തിന്റെ രാത്രി പ്രിയപ്പെട്ടവരെ ദുആയിൽ മുഴുകാൻ നമുക്ക് കഴിയണം, പ്രാർത്ഥനയിൽ മുഴുകാൻ നമുക്ക് കഴിയണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, ലാ യർദുൽ ഖദാ ഇല്ല ദുആ. ദുആ കൊണ്ടല്ലാതെ ഖദാ തിരുത്താൻ കഴിയൂല. നമ്മൾ കൊറോണ വന്ന് മരിക്കണം എന്ന് അല്ലാഹു ഖദാ എഴുതിയിട്ടുണ്ടെങ്കിൽ ദുആ കൊണ്ട് അത് തിരുത്താൻ പറ്റും. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ COVID-19 പിടിപെട്ട് മരിക്കണമെന്ന വിധി ഉണ്ടെങ്കിൽ ആ വിധി പോലും മായ്ക്കാൻ ദുആ കൊണ്ട് സാധിക്കും, പ്രാർത്ഥന കൊണ്ട് സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊരു അമൽ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഖദാ മാറ്റി തിരുത്താൻ പറ്റില്ല. ഈ 4 അർത്ഥം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ 6 സവിശേഷതകൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ സവിശേഷത എന്താണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് ആ ലൈലത്തുൽ ഖദറിനാണ് എന്തിന്റെ അവതരണം ഉണ്ടായത്? പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായത്. അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിന് ഒന്നാമത്തെ പ്രത്യേകത അതാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ലൈലത്തുൽ മുബാറക. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. മുബാറകായ ലൈലാണ്, രാത്രിയാണ്, ബറക്കത്തുള്ള രാത്രിയാണ്. എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾക്ക് സമ്പത്തിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അയാൾ കോടീശ്വരനാവാന്നുള്ളതല്ല. ഒരാൾക്ക് വഖത്തിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് സമയത്തിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകൾ, ആ ആളുകൾ പല ആളുകളും ഇപ്പൊ ഇന്നെടുത്താൽ 2 ജുസ് 3 ജുസ് ഓതിയ ആളുകൾ ഉണ്ടാവും, 5 ജുസ് ഓതിയ ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒന്നും ഓതാത്ത മാന്യന്മാരുണ്ടാവും.
ഉണ്ടാവും. ഈ ആളുകൾക്ക് മുഴുവൻ എന്താണ്? സമയം ഒരുപോലെ. 24 മണിക്കൂറാണ് ഒരു ദിവസത്തിൽ അള്ളാഹു അവർക്ക് നൽകുന്നത്. ചില ആളുകൾ ജീവിതത്തിലെ എല്ലാ പണിയും കഴിഞ്ഞ് ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 ജുസു 3 ജുസു 2 ജുസു ഒക്കെ ഓതാൻ അള്ളാഹു അവർക്ക് സമയം കൊടുക്കും. ചില ആളുകൾ എത്ര തിരക്കില്ലെങ്കിലും എന്ത് ഒരു പണിയും ഇല്ലെങ്കിലും ഒരു ജുസു പോലും ഓതാൻ അവർക്ക് സമയം കിട്ടില്ല. എന്നിട്ട് അവരെന്താ ചിന്തിക്കുക? സമയം കിട്ടുന്നില്ലല്ലോ, സമയത്തിന് ബർക്കത്തില്ല. രാവിലെ സുബ്ഹിസ്കരിച്ച കുറച്ച് നോക്കുമ്പോൾ ഉഹ്റാവുക, ദൂരസ്കരിച്ച കുറച്ച് നോക്കുമ്പോൾ അസ്റാവുക, സമയത്തിന് തീരെ ബർക്കത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ടാവും. പണ്ട് ഞാൻ അധികം പറയുന്ന ഒരു വിഷയമാണ്, പണ്ടത്തെ ആളുകൾ കൈകൊണ്ട് തച്ചു തിരുമ്പി അമ്മിമ്മല അരി അരച്ച് കഴിഞ്ഞിട്ടും അവർക്ക് സമയം ഒഴിവുണ്ടായിരുന്നു. കുടുംബക്കാരെ കാണാനും അയൽവക്കക്കാരത്ത് പോയി സംസാരിക്കാനും. ഇന്ന് മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും വീട്ടിലെ സ്ത്രീകൾക്ക് പരാതിയാണ്, സമയം തികയുന്നില്ല എന്നുള്ള പരാതിയാണ്. അള്ളാഹുവിന്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ ചില ആളുകൾക്ക് തുച്ഛമായ വരുമാനമായിരിക്കും, മാസത്തിൽ 10,000 രൂപയെ വരുമാനം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ വരുമാനം കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. ചില ആളുകൾക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാവും. പക്ഷെ മാസത്തിന്റെ അവസാനമാകുമ്പോൾ ഫോൺ വിളിച്ചിട്ട് പല ആളുകളോടും കടം ചോദിക്കുന്ന അവസ്ഥ, പല ആളുകളോടും ഇല്ലായ്മ പറയുന്ന അവസ്ഥ. ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇത് ബർക്കത്താണ്. 10,000 രൂപ ഉള്ളെങ്കിലും ആ 10,000 രൂപയിൽ അല്ലാഹു ബർക്കത്ത് നൽകിയാൽ നമ്മുടെ കുടുംബത്തിന്റെയും ജീവിതത്തിന്റെയും എല്ലാ കാര്യങ്ങളും ആ 10,000 രൂപ കൊണ്ട് കഴിയും. 2 ലക്ഷം രൂപയുള്ള വരുമാനം തന്നിട്ടും ആ 2 ലക്ഷം രൂപയിൽ നിന്ന് അല്ലാഹു ബർക്കത്ത് എടുത്തു കളഞ്ഞാൽ ആ 2 ലക്ഷം രൂപ കൊണ്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. ഈ രാത്രിയുടെ പ്രത്യേകത. രാത്രി എന്ന് പറഞ്ഞാൽ 10-12 മണിക്കൂർ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 10-12 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? 83 വർഷത്തിന്റെ പ്രത്യേകതയാണ്. 83 വർഷത്തിന്റെ ഫദ്ലാണ്, സവാബാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് അതിന്റെ എക്സ്റ്റൻഷൻ പറഞ്ഞപ്പോഴാണ്, അതിന്റെ ദൈർഘ്യം പറഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞത് ലൈലത്തുൽ മുബാറക്കായ രാത്രി എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് മാത്രമേ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ജിബ്രീൽ അല്ലാതെ ഇറങ്ങില്ല. കാരണം ജിബ്രീലിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ദൗത്യം കഴിഞ്ഞു, പ്രവാചകന്മാർ അവസാനിച്ചു, വഹീ നിലച്ചു. അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ ലൈലത്തുൽ ഖദറിന്റെ അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സലഫു സാലിഹ്യങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ആ രാത്രി ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറഞ്ഞ രാത്രി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അത്രയൊക്കെ പൂശി നല്ല രീതിയിൽ വരുന്നത് കണ്ടപ്പോ കുടുംബം അദ്ദേഹത്തോട് ചോദിക്കാണ്, നിങ്ങള് എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങുന്നത്? ഇങ്ങനെ ഒരുങ്ങുന്നത് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ജിബ്രീൽ വരുന്ന ദിവസം അദ്ദേഹം എങ്ങാനും ഞാൻ ഇരിക്കുന്ന പള്ളിയോ ഞാൻ ഇരിക്കുന്ന സ്ഥലമോ ഒന്ന് സന്ദർശിക്കുകയാണെങ്കിൽ, കാരണം അദ്ദേഹത്തിന് അത്രയും വലിയ മഹത്വമുണ്ട് പ്രിയപ്പെട്ടവരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്. കാരണം ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരുമായി സംസാരിച്ച, അവർക്ക് വഹീ നൽകിയ, അവരുടെ ജീവിതത്തിന്റെ സുപ്രധാന തീരുമാനങ്ങളെല്ലാം പങ്കാളിയായ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ രാത്രിയിൽ ഇറങ്ങി വരും. ആ രാത്രിയിൽ മാത്രമേ ഇറങ്ങി വരുള്ളൂ. അതാണ് ലൈലത്തുൽ ഖദറിന്റെ മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത, സമാധാനം നിറഞ്ഞ രാത്രി എന്ന് അല്ലാഹു ഒരു രാത്രിയെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് മാത്രമാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സൂര്യൻ ഉദിക്കുന്നത് വരെ ആ രാത്രി സമാധാനമാണ്. എന്താ സമാധാനം? കാരണം മലക്കുകളുടെ തിക്കും തിരക്കും കാരണം പിശാചുകൾക്ക് ഒരു പണിയെടുക്കാൻ പറ്റൂല, ശൈത്താന്മാർക്ക് ഒരു കച്ചറ ഉണ്ടാക്കാൻ പറ്റൂല, ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. അന്ന് നടക്കുന്ന തിന്മകളെല്ലാം മനുഷ്യന്റെ നഫ്സിൽ നിന്നുണ്ടാകുന്നതാണ്, മനുഷ്യന്റെ സ്വന്തത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ശൈത്താന്മാരെ കൊണ്ടൊന്നും ഒരു ഫിത്ന ഉണ്ടാവില്ല. കാരണം ഫിത്ന ഉണ്ടാക്കാനുള്ള അവസരം അവർക്കില്ല. ഈ ഭൂമി നിറയെ മലക്കുകളായിരിക്കും. അഞ്ചാമത്തെ പ്രത്യേകത, ആ ദിവസം ഒരുപാട് മനുഷ്യന്മാരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. മൻ ഖാമ ഫീ ലൈലത്തുൽ ഖദർ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ലൈലത്തുൽ ഖദറിൽ നിന്ന് നമസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പുള്ള പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുമെന്നാണ്. ആറാമത്തെ പ്രത്യേകത, ആ പരിശുദ്ധ ഖുർആനിൽ ഈ രാത്രിയെ കുറിച്ച് ഒരു അധ്യായം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ടെന്നാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ലൈലത്തുൽ ഖദർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രതീക്ഷിക്കാൻ പറഞ്ഞത് അവസാനത്തെ 10 ഒറ്റരാവുകളിലാണ്. ആ ഒറ്റരാവുകളിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എപ്പോഴാണ്? 25-ാമത്തെ രാത്രിയും 27-ാമത്തെ രാത്രിയും 29-ാമത്തെ രാത്രിയുമാണ്. അതിലും ഏറ്റവും കൂടുതൽ സാധ്യത ഏതിലാണ്? 27-ാമത്തെ രാത്രിയിലാണ് എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം, അല്ലാഹു ആകാശത്തെ 7 ആയി സൃഷ്ടിച്ചു,
ഭൂമിയെ 7 ആയി സൃഷ്ടിച്ചു, തവാഫ് 7 ആക്കി, സഈ 7 ആക്കി, ജംറ 7 ആക്കി, എല്ലാം 7 കൊണ്ട് നിശ്ചയിച്ചു. അതുകൊണ്ട് എന്താണ് ലൈലത്തുൽ ഖദ്റും 27-നാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഹദീസല്ല, ഒരു സഹാബിയുടെ ഖൗലാണ്. അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് സൂറത്തുൽ ഖദ്റിന്റെ 27-ാമത്തെ വചനമുണ്ട് ഫീഹാ. അതിൽ അർത്ഥമൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ ഒരു കൗതുകം പറയുന്ന സൂറത്തുൽ ഖദ്റിന്റെ വാക്കുകൾ എണ്ണിക്കഴിഞ്ഞാൽ കൃത്യം 27-ാമത്തെ വാക്കാണ് ഫീഹ എന്ന് വരിക. ഫീഹ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് അർത്ഥം. അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ലൈലത്തുൽ ഖദ്ർ ഓരോ വർഷവും മാറി മാറി വരുന്നു. ഈ പ്രാവശ്യം 25-നാണെങ്കിൽ അടുത്ത കൊല്ലം 27-നായിരിക്കും, അതിന്റെ അപ്പുറത്തെ കൊല്ലം 29-നായിരിക്കും, ചിലപ്പോൾ അതിന്റെ അപ്പുറത്തെ കൊല്ലം 21-നായിരിക്കും. ഇങ്ങനെ ലൈലത്തുൽ ഖദ്ർ മാറി മാറി വരും എന്ന് ചില പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ലൈലത്തുൽ ഖദ്ർ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഇന്ന് ലൈലത്തുൽ ഖദ്റാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ ഒറ്റരാവുകളിലും അവസാനത്തെ 10 മുഴുവനും നമ്മൾ അധികരിപ്പിക്കേണ്ട ദുആ ഏതാണ്, ദിക്ർ ഏതാണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു യാ റസൂലല്ലാഹ്, അറഅയ്ത അയ്യ അലിംതു അയ്യ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റാണ് ഇത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്? മാ അഖൂലു ഫീഹാ, ഞാൻ എന്താണ് പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആയിഷ, നീ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫൂ, അല്ലാഹു നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവനാണ്, ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണേ എന്ന് നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ മുതലായി ചൊല്ലുക. അറിയാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പഠിക്കുക. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ ഇന്ന് രാത്രിയാണെങ്കിൽ നാളെ രാവിലെ ചില അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്ന് ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ, ഇന്ന് രാത്രി ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യന് കിരണങ്ങൾ കുറവായിരിക്കും, ഒരു മങ്ങിയ രൂപത്തിലാണ് സൂര്യൻ ഉദിക്കുക എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ രാത്രി ഒരു പ്രത്യേകമായ സുഖം നമുക്ക് ഫീൽ ചെയ്യും. അധികം ചൂടില്ലാത്ത, അധികം തണുപ്പില്ലാത്ത ഒരു പ്രത്യേകമായ സുഖം ആ രാത്രി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റുമെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ആ രാത്രി വാൽനക്ഷത്രങ്ങൾ ഉണ്ടാവില്ല. ഖുർആൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ രാത്രി ഉണ്ടാവില്ല വാൽനക്ഷത്രങ്ങളോ ഉൽക്കകളുടെ എറിയലോ ഉണ്ടാവില്ല. കാരണം എന്താ? ഉൽക്കകൾ എറിയുന്നത്, വാൽനക്ഷത്രങ്ങൾ എറിയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിൽ ഷയാത്തീനുകൾ എറിയാൻ, പിശാചുക്കളെ എറിയാൻ. പിശാചുക്കൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല, അവർക്ക് സഞ്ചരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അവ ഭൂമിയിൽ ബാക്കിയുള്ള പിശാചുക്കളെല്ലാം പേടിച്ചരണ്ട് ഇരുന്നു പോകുന്ന ദിവസമാണ് ഈ ലൈലത്തുൽ ഖദ്ർ. അതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല വാൽനക്ഷത്രങ്ങളോ ഉൽക്കകളോ ഉണ്ടാവില്ല, ആകാശത്ത് കാണാൻ പറ്റില്ല ലോകത്തെവിടെയും എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ 3 അടയാളങ്ങൾ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദ്റിനെ കുറിച്ചും അവസാനത്തെ 10-നെ കുറിച്ചും ഹദീസുകളിൽ വന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രമിക്കുക. ഈ ഇത്തികാഫ് എത്രത്തോളം എന്തൊക്കെ പരിമിതികൾ ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇത്തികാഫ് ഇരിക്കാൻ പറ്റുന്നവർ ഇരിക്കുക. അവരവരുടെ നാടുകളിലെ പള്ളികളിലോ അനുവാദം കിട്ടുന്ന പള്ളികളിലോ ഇത്തികാഫ് ഇരിക്കുക. ഇത്തികാഫ് ഇരിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ വീടുകൾ ഹയാത്താക്കുക, വീടുകൾ രാത്രികളിൽ ഹയാത്താക്കുക, വീടുകളിൽ നിന്ന് ഇബാദത്ത് ചെയ്യുക. അല്ലാഹുവിന് തസ്ബീഹും തഹ്ലീലുമായി, ഈ പറഞ്ഞ ദിക്റും ഖുർആനും പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കുന്ന, അതിലൂടെ വലിയ സവാബ് നേടിയെടുക്കുന്ന, വലിയ ദറജ നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നീ എഴുതിയ ഒരു നന്മയും ഒഴിവാകാതെ പിടിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ബാധിച്ച ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മമാരെയും ഞങ്ങളുടെ വാപ്പമാരെയും
ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ അയൽക്കാരെയും ഞങ്ങളുടെ ആദർശ ബന്ധുക്കളെയും നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ സംരക്ഷണമല്ലാതെ മറ്റൊരു സംരക്ഷണവുമില്ല റബ്ബേ. നിന്റെ പരിഹാരമല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല നാഥ. നിന്റെ സമാധാനമല്ലാതെ മറ്റൊരു സമാധാനവുമില്ല റബ്ബേ. നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയുമില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കണേ റബ്ബേ. പാപങ്ങൾ പുറത്ത് ഞങ്ങൾക്ക് നീ അഫൂ നൽകണേ അല്ലാഹ്, വിട്ടുവീഴ്ച നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഈ രോഗത്തെ ഉയർത്തിക്കളയണേ അല്ലാഹ്. പൂർണ്ണമായ രീതിയിൽ ശിഫ നൽകണേ നാഥ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാം വമിൻ സയ്യിൽ അസ്ഖാം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാം വമിൻ സയ്യിൽ അസ്ഖാം. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.